ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല, ചെറിയൊരു വീഡിയോ ആണ്. മാക്സിമം ഒരു 5 മിനിറ്റ് അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് തന്നെ പ്രത്യേകിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഈ ഒരു ചെടി, ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കുറേ നാളായല്ലോ നിങ്ങൾ വെക്കുന്നത്, ഇത് ഒറിജിനലാണോ അതോ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇത് 100% ഇതുണ്ടോ, ഒറിജിനൽ ചെടിയാണ്. ഇതെനിക്ക് എനിക്കിങ്ങനെ ഞുള്ളിപ്പറിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ നഖത്തിൻ്റെ പാട് വീഴും. പക്ഷേ ഇതുണ്ടോ, ഇത് ഒറിജിനലാണ്, 100% ഒറിജിനലാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ഈ വീട് മേടിച്ച് ഇപ്പോൾ ഏകദേശം 6 മാസമായി. അപ്പോൾ ഒരു 4 മാസമായി നമ്മൾ ഈ ചെടി മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റും കൂടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 പൗണ്ട് സംതിങ് ഇത്രയായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പൂക്കളൊന്നും നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ പൂക്കളൊന്നും വാടാതെ എങ്ങനെയാണ് ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നതിൻ്റെ ചോദ്യം. അപ്പോൾ ഇത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ പുള്ളിയാണ് ഈ ചെടികളുടെയൊക്കെ പരിപാലനം, സാധാരണ പുള്ളിയാണ് എല്ലാം ഏറ്റെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാക്ക് യാർഡിൽ നിങ്ങൾക്കറിയാം, എൻ്റെ മറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് അവിടെ ഒരു ഇതുണ്ട്, പോണ്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ മീനുകളും, ഒത്തിരി മീനൊന്നുമില്ല, ഏകദേശം ഒരു 10-20 മീൻ, മാക്സിമം 18-20 മീൻ കാണും. അത് ചെറിയ മീനുകളാണ്, ഒത്തിരി വലുതൊന്നും അല്ല. അപ്പം ആ പോണ്ടിലെ വെള്ളമാണ് നമ്മൾ വല്ലപ്പോഴും ആഴ്ചയിലൊരു 2 പ്രാവശ്യം ഒന്ന് തളിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഇതുണ്ടോ, അതാണ് ഈ ദേവനഗ്രഹിച്ച് ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കുറേ പേര് ചോദിച്ചു, ഈ ചെടി എങ്ങനെയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്? സാധാരണ ഞങ്ങളുടെ വീടുകളിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മാസം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണങ്ങി പോകാറുണ്ട് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ മീൻ വെള്ളം എന്ന് പറയുന്നത് മീനുകളുടെ അവശിഷ്ടം, അതായത് എന്നാ പറയണ്ടേ, അവരുടെ ആ വെള്ളത്തിനകത്ത് അവരുടെ അവശിഷ്ടങ്ങളെല്ലാം അലിഞ്ഞ് ആ വെള്ളം ഇതുപോലെ ചെടികൾക്ക് ഭയങ്കര പ്രയോജനകരമാണ്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ വളർന്നു നിൽക്കാൻ കാരണം കേട്ടോ. അതുപോലെ അത് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുത്തൊരു ചെടി കൂടെ കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ അടുത്ത ചെടി. ഇത് രണ്ടും ഒരേ സമയത്ത് മേടിച്ച ചെടികളാണ്. ഇതും ഒറിജിനലാണ്. ഇതുണ്ടോ, ഇത് എന്നാ കാര്യം, ഇത് ആക്ച്വലി ചെറുതായിട്ട് ഒന്ന് ഉണങ്ങി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങി വന്നപ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. ആദ്യം നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു, അപ്പം ഉണങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് പിന്നെയാണ് പെട്ടെന്ന് ബുദ്ധി ഉദിച്ചത്. എനിക്ക് അത്രയും പോലും ഉദിച്ചില്ല, അത് വേറെ സത്യം. അപ്പോൾ പുള്ളി പെട്ടെന്ന് എന്നാ പറഞ്ഞത്, ഈ പറഞ്ഞ കുളത്തിലെ വെള്ളം ചെറുതായിട്ട് തളിച്ചു കൊടുക്കാൻ തുടങ്ങി, ആഴ്ചയിൽ 2 പ്രാവശ്യം. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ട് ശ്വാസം മുട്ടുന്നത്. അപ്പോൾ അങ്ങനെ തളിച്ചു കൊടുത്തതിന് ശേഷമാണ്, ഇതുണ്ടോ, ഈ ഒരു കൊമ്പിൽ തന്നെ ഒരു 4 ഇതുണ്ട്, 4 5 2 4 5 ഇതുണ്ടോ, 5ഓളം പൂക്കൾ, 5ഓളം സെറ്റ് പൂക്കൾ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? 2 ബ്രാഞ്ചസേ ഉള്ളൂ. അപ്പോൾ ആ 2 ബ്രാഞ്ചിലാണ് ഇത്രയും പൂക്കൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ആണേലും ഇതുണ്ടോ, ഒത്തിരി വലുതൊന്നുമല്ല. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്ത ബ്രാഞ്ചുകളാണെന്ന് തോന്നുന്നു. എന്നാണേലും ഇത് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇത് ഒത്തിരി വളരൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല കട്ടിയാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല കട്ടിയാണ്. അപ്പോൾ ഈ മീൻ വെള്ളം അല്ലെങ്കിൽ ഈ പോണ്ടിലെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ചെടികൾ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ നന്നായിട്ട് നിൽക്കാൻ കാരണം കേട്ടോ. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിന് കുറേ ദിവസമായി എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ
ഈ പറഞ്ഞ ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സ് കുറേ കഴിയുമ്പോൾ സാധാരണ നശിച്ചു പോകാറുണ്ട്. പക്ഷേ ഇത് നശിച്ചു പോകാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഉണ്ടോ? അപ്പോൾ ഇതാണ് ഈ ചെടികളൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ കുഴപ്പമില്ലാതെ നിൽക്കാൻ കാരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.